MBA ഫസ്റ്റ് റാങ്ക് രേവതിയുടെ പേര് വിളിച്ചപ്പോൾ ഹാൾ മുഴുവൻ കയ്യടി. വേദിയിൽ കയറി സർട്ടിഫിക്കറ്റ് വാങ്ങിയ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രേവതി നോക്കിയത് ഒരേ ഒരു ദിശയിലേക്ക്, കാണികളുടെയും ആരവങ്ങളുടെയും ഇടയിലിരിക്കുന്ന തൻ്റെ അമ്മയെയും കുഞ്ഞ് അനുജനെയും. അമ്മ പഴയ സാരിയിൽ കണ്ണിനീരിൽ കണ്ണിനീരോടെ, മുഖത്ത് പുഞ്ചിരിയും. അമ്മയുടെ അരികിൽ തന്നെ 14 വയസ്സുള്ള അവളുടെ കൊച്ചു അനിയനും. അവളുടെ മനസ്സിൽ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഒരൊറ്റ ചിത്രം മാത്രം തെളിഞ്ഞു. അവളുടെ അച്ഛൻ, വർഷങ്ങൾക്ക് മുൻപ് മരിച്ച അവളുടെ അച്ഛൻ്റെ മുഖം. വേദിയിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം അവൾ നിശബ്ദമായി പറഞ്ഞു, "ഈ വിജയം എൻ്റെ അച്ഛന് വേണ്ടിയിട്ടുള്ളതാണ്." അവൾ അങ്ങനെ അമ്മയുടെയും അനിയൻ്റെയും അരികിൽ പോയി. നിറഞ്ഞ കണ്ണുകളോടെ അമ്മയെയും അനിയനെയും ചേർത്ത് പിടിച്ചു. സർട്ടിഫിക്കറ്റ് എല്ലാം ഏറ്റുവാങ്ങിയ ശേഷം സന്തോഷത്തോടു കൂടി 3 പേരും അവരുടെ ചെറിയ കുടിലിലേക്ക് മടങ്ങി. പാലക്കാട് ഗ്രാമത്തിലെ ചെറിയൊരു കുടിലിലാണ് അവരുടെ താമസം. മഴ പെയ്താൽ മേൽക്കൂരിൽ നിന്ന് വെള്ളം ചോരും. അതിലും ചിരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം. രേവതി MBA പഠനം കഴിഞ്ഞ ഉടനെ തന്നെ അവളുടെ ഇഷ്ടസ്വപ്നമായ IAS കോച്ചിങ്ങിന് വേണ്ടി ചേർന്നു. അമ്മയുടെ വരുമാനം കൊണ്ടാണ് അനിയൻ്റെയും രേവതിയുടെയും പഠനം നടന്നു പോകുന്നത്. അമ്മ മറ്റു വീടുകളിലൊക്കെ വീട്ടുജോലി ചെയ്തും രാവന്തിയോളം കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ 2 പേരും പഠിപ്പിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു സുപ്രഭാതത്തിൽ അവളുടെ അമ്മയ്ക്ക് ഒരു അറ്റാക്ക് വന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, "ഇനി ജോലികളൊന്നും ചെയ്യരുത്, വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ കിടക്കണം." അങ്ങനെ അവളുടെ അമ്മ അന്നു മുതൽ കിടക്കയിലായി. പിന്നീട് രേവതിയായി ആ വീടിൻ്റെ ആശ്രയം. അനിയൻ്റെ പഠിത്തം, അമ്മയുടെ മരുന്നുകൾ, രേവതിയുടെ IAS കോച്ചിങ്. പകൽ സമയങ്ങൾ അവൾ ഓൺലൈന് വേണ്ടി കോച്ചിങ്ങിനിരിക്കും. രാത്രി മറ്റു കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുത്തു. കിട്ടുന്ന മറ്റു സമയങ്ങളിൽ മറ്റ് ചെറിയ ചെറിയ ജോലികളും മറ്റും ചെയ്തു. ചെറിയ അവളുടെ കൈകളിൽ വലിയ ജീവിതം അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയി. അങ്ങനെ കണ്ണീരും കഠിനാധ്വാനം ചേർന്ന് രേവതിയുടെ ജീവിതം മുൻപോട്ട് നീങ്ങി. ജീവിതം പതിയെ മുന്നോട്ട് പോകുന്നു എന്ന് തോന്നുന്നതിൽ നിന്ന് വിധി വീണ്ടും അവളെ തോൽപ്പിച്ചു. ഒരു സന്ധ്യാസമയം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടയിൽ അവളുടെ അനിയന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. ആ വാർത്ത കേട്ട് രേവതി ആശുപത്രിയിലേക്ക് ഓടിയെത്തിയപ്പോൾ അവളെ മുൻപിൽ കാണുന്നത് കണ്ണുകൾ കാണാൻ പറ്റാത്ത കിടക്കയിൽ കിടക്കുന്ന അവളുടെ അനിയനെയാണ്. അതെ, ആ ആക്സിഡൻറ്റിൽ അവളുടെ അനിയൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ആശുപത്രിയിൽ ഡോക്ടർമാരുടെ വാക്കുകൾ അവളുടെ നെഞ്ചു പിളർത്തി. കുട്ടിയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, തിരിച്ചു കിട്ടണമെങ്കിൽ വലിയൊരു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ തുക കേട്ടപ്പോൾ രേവതിയുടെ കാലുകൾ തളർന്നു. കിടക്കയിൽ അമ്മ, കണ്ണുകൾ കാണാത്ത അനിയൻ, കയ്യിൽ പണമില്ലാത്ത രേവതി. അവൾ ആകാശത്തേക്ക് നോക്കി. മനസ്സിൽ ഒറ്റ ചോദ്യം, "അച്ഛാ, ഇനി ഞാൻ എന്ത് ചെയ്യും? അനിയൻ്റെ ഓപ്പറേഷന് വേണ്ടി പണത്തിനായി ഇനി ഞാൻ എന്ത് ചെയ്യണം?" അങ്ങനെ അവൾ അവളുടെ ഇഷ്ടസ്വപ്നമായ IAS കോച്ചിങ് അവിടെ നിർത്തുന്നു. പിന്നീട് അവളെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം പിടിച്ചുകൊണ്ട് തന്നെ ജോലി അന്വേഷിച്ച് നടന്നു തുടങ്ങി. ഓരോ ഓഫീസും ഓരോ ഇൻ്റർവ്യൂവും പ്രതീക്ഷയോടെ കയറി, നിരാശയോടെ ഇറങ്ങി. ചില സ്ഥലങ്ങളിൽ പറയും എക്സ്പീരിയൻസ് ഇല്ല, ചില സ്ഥലങ്ങളിൽ പറയും അധികമായിട്ടുള്ള പഠനമുണ്ട്, അതിനുള്ള ശമ്പളത്തിനുള്ള ജോലി ഇവിടെയില്ല. അങ്ങനെ എന്തു ചെയ്യണം, അനിയൻ്റെ ഓപ്പറേഷന് വേണ്ടി ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ച് കണ്ണുനീരോടെ ഇരുന്നിരുന്ന രേവതി എങ്ങനെയെങ്കിലും അനിയൻ്റെ ഓപ്പറേഷൻ നടത്തണമെന്ന് മനസ്സിൽ ചിന്തിച്ചു. ആ സമയത്താണ് അവളുടെ അടുത്തുള്ള ലീല എന്നൊരു ചേച്ചി അവളുടെ വീട്ടിലേക്ക് വരുന്നത്. ലീല രേവതിയുടെ അരികിലിരുന്നു അവളോട് പതുക്കെ പറഞ്ഞു, "നീ ജോലി അന്വേഷിച്ച് നടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഒരു വലിയ വീട്ടിൽ ഒരു ജോലിയുണ്ട്. പക്ഷേ നിന്റെ വിദ്യാഭ്യാസത്തിന് പറ്റിയ ജോലിയൊന്നുമല്ലാത്. ആ വലിയ വീട്ടിൽ രവിശങ്കർ എന്ന് പറയുന്ന മുതലാളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏക മകൾ. അവളെ നോക്കണം, പിന്നെ വീട്ടുജോലിയെല്ലാം ചെയ്യണം. രവിശങ്കറിൻ്റെ ഭാര്യ മരിച്ചു. കുട്ടിയും രവിശങ്കർ മാത്രമാണ് ആ വലിയ വീട്ടിൽ കഴിയുന്നത്. ആ വീട്ടിലേക്ക് നീ ജോലിക്ക് പോകണം." എന്നാൽ അയൽവക്കത്തെ ആ ചേച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോൾ രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ ഇത്രയും നാളത്തെ സ്വപ്നം, അച്ഛൻ്റെ ആഗ്രഹം ഒരു കളക്ടറാകുക എന്നതാണ്. പക്ഷേ തൻ്റെ അനിയന് വേണ്ടി, തൻ്റെ അനിയൻ്റെ കാഴ്ചശക്തിക്ക് വേണ്ടി താൻ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ജോലിക്ക് പോകണം. എങ്ങനെയെങ്കിലും അനിയൻ്റെ ഓപ്പറേഷൻ നടത്തണം എന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെ
ലീല ചേച്ചിയോട് അവൾ ജോലിക്ക് വരാമെന്ന് സമ്മതിക്കുന്നു. പക്ഷേ അവൾക്ക് അനിയൻ്റെ ഓപ്പറേഷനുള്ള തുക അഡ്വാൻസായി കിട്ടണമെന്ന് പറയുന്നു. അങ്ങനെ ആ വലിയ വീട്ടിൽ നിന്ന് രവിശങ്കറിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസായി വലിയൊരു തുക അവൾ വാങ്ങിക്കുന്നു. പിന്നീട് നേരെ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തു. അനിയൻ്റെ ഓപ്പറേഷൻ നടത്തുന്നു. ഓപ്പറേഷൻ വിജയകരമായി തന്നെ കഴിഞ്ഞു. അനിയൻ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അവൻ പതിയെ പതിയെ അമ്മയെയും ചേച്ചിയെയും കണ്ടു. ചേച്ചി, എനിക്കിപ്പോൾ എല്ലാം കാണാമെന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞു. ഇതെല്ലാം കണ്ടപ്പോൾ അവൾക്കും സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ ആ വലിയ വീട്ടിലേക്ക് ജോലിക്ക് പോകുവാൻ യാത്രയായി. പക്ഷേ ഒരു കാര്യം മറച്ചു വെച്ചിട്ടാണ് അവൾ ആ ജോലിക്ക് പോകുന്നത്. അവളുടെ പഠനം. അവൾ ആ വലിയ വീട്ടിൽ രവിശങ്കറിനോട് പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളോ എന്നുള്ളതാണ്. അധികം പഠനം പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഈ ജോലി കിട്ടാതെ പോയാലോ, MBA വരെ പഠിച്ച കുട്ടിക്ക് അടുക്കള ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞാലോ. അതുകൊണ്ട് തന്നെ അവൾ 10ാം ക്ലാസ് മാത്രം വരെ പഠിപ്പുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ വലിയ വീട്ടിലേക്ക് ജോലിക്ക് കയറുന്നത്. തൻ്റെ ഇഷ്ടസ്വപ്നമായ IAS കോച്ചിങ് അതുപോലും വേണ്ടാന്ന് വെച്ചിട്ട് അവൾ ആ വലിയ വീട്ടിൽ ജോലിക്ക് കയറി. വലിയ ആഡംബരമായിട്ടുള്ള വീട്. അവൾ ആ വീട്ടിൽ അടുക്കള ജോലി ചെയ്തു തുടങ്ങി. എന്നാൽ രവിശങ്കർ ആകട്ടെ രാവിലെ തന്നെ ബിസിനസ്സിന് വേണ്ടി പോകും. ആ മുറിയിൽ രവിശങ്കറുടെ മകൾ നീലിമ എപ്പോഴും മുറിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. രേവതി നീലിമയെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. എന്നാൽ നീലിമയാകട്ടെ രേവതിയോട് സംസാരമോ ഒന്നും തന്നെയില്ല. എപ്പോഴും മുറിയിൽ തന്നെ. പഠിക്കുവാൻ മോശം. എപ്പോഴും ടീച്ചർമാരുടെ പരാതികൾ മാത്രം. കുട്ടി തീരെ പഠിക്കുന്നില്ല, എന്തു ചെയ്യും എന്ന് മാത്രമാണ് ടീച്ചർമാർ രവിശങ്കറിനോട് ചോദിക്കാറുള്ളത്. എന്നാൽ രവിശങ്കറിന് കുട്ടിയെ നോക്കുവാനോ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കുവാനോ ഒന്നും തന്നെ സമയമില്ല. എന്നാൽ രേവതി നീലിമയെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. നീലിമയെ എത്രയോ പേർ വന്ന് ട്യൂഷൻ എടുത്തു, ഒന്നും ഫലം കണ്ടില്ല. കുട്ടി എപ്പോഴും മുറിയിൽ തന്നെ ഇരിക്കും. സ്കൂൾ വിട്ടു വന്നാൽ നേരെ മുറിയിൽ കയറി വാതിലടച്ചിരിക്കും. സ്കൂളിലെടുക്കുന്ന പരീക്ഷയിലൊക്കെ മാർക്കില്ല. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ അവളുടെ അച്ഛൻ രവിശങ്കർ സമയവുമില്ല. രേവതി പതുക്കെ നീലിമയുടെ മുറിയിലേക്ക് ചെന്നു. അകത്ത് വിഷമിച്ചിരിക്കുന്ന നീലിമയോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ ഇനി പഠിപ്പിക്കും. നീലിമ ഒരു ഞെട്ടലോടെ കൂടി തന്നെ രേവതിയെ ഒന്ന് നോക്കി. രേവതി നീലിമയെ ചേർത്ത് പിടിച്ചു. അന്നു മുതൽ രേവതി കുട്ടിയെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഇംഗ്ലീഷ്, മാത്സ് എല്ലാം വളരെ ലളിതമായ ഭാഷയിൽ. കഠിനമായ വാക്കുകൾക്ക് പകരം ചെറിയ കഥകൾ, ഭയമുള്ള അക്കങ്ങൾക്ക് പകരം ചുറ്റുമുള്ള വസ്തുക്കൾ തന്നെ ഉദാഹരണങ്ങൾ. ദാ ടേബിളിൽ 3 പെൻ, ഇതാ 2 കുപ്പി, ആകെ എത്ര? കുട്ടി ചിരിച്ചു. ആദ്യം മടി, പിന്നെ ധൈര്യം, പിന്നെ ആകർഷിക്കുന്ന കണ്ണുകൾ. കൗതുകത്തോടെ അവൾ മാത്സ് പഠിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ അവൾക്ക് മാത്സിന് പേടിയില്ല, കൗതുകം മാത്രം. അങ്ങനെ അവൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറുന്നു. സ്കൂളിൽ മോശമായ നീലിമ ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ ഉള്ള കുട്ടിയാണ് സ്കൂളിൽ. രവിശങ്കർ ജോലിക്ക് പോയാൽ രേവതി ആദ്യം തന്നെ വീട്ടിലെ എല്ലാ ജോലികളും ഒറ്റ ശ്വാസത്തിൽ തീർക്കും. അതിനുശേഷം അവൾ നേരെ നീലിമയുടെ മുറിയിലേക്ക്. പുസ്തകം പെൻസിലുമായി വീണ്ടും പഠനം. ഇപ്പോൾ നീലിമ ഒറ്റയ്ക്കല്ല. രേവതി അവൾക്ക് അമ്മയായി, സഹോദരിയായി, സുഹൃത്തായി. സ്കൂളിൽ നിന്ന് ഓടി വരുന്ന നീലിമ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം രേവതിയോട് പറയും. സ്കൂളിൽ പരീക്ഷയെടുക്കുമ്പോൾ ഫുള്ള് കിട്ടുന്ന പരീക്ഷാ പേപ്പർ സന്തോഷത്തോടു കൂടി തന്നെ നീലിമ രേവതിയെ കാണിക്കും. രേവതി അവളെ ചേർത്ത് പിടിക്കും. അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കും. അങ്ങനെ രേവതി അവൾക്കൊരു അമ്മയായി, അനിയത്തിയായി, ചേച്ചിയായി സന്തോഷത്തോടു കൂടി തന്നെ കഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും രേവതി നീലിമയെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം വൈകിട്ട് രവിശങ്കർ സാധാരണ പോലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് വാതിൽ തുറന്ന നിമിഷം തന്നെ അവൻ കണ്ടത് രേവതി നീലിമയെ പഠിപ്പിക്കുന്നതാണ്. അവനൊന്ന് ആദ്യം ഞെട്ടി. ഈ SSLC വരെ പഠിപ്പുള്ള രേവതി എങ്ങനെയാണ് എൻ്റെ മകളെ ഇംഗ്ലീഷ് ഇത്ര നന്നായിട്ട് പഠിപ്പിക്കുന്നതെന്ന് അവൾ കൗതുകത്തോടു കൂടി തന്നെ രവിശങ്കർ രേവതിയുടെ അരികിലേക്ക് പോയി. രേവതി ഒരു നിമിഷം രവിശങ്കറെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. രേവതി നിറഞ്ഞ കണ്ണുകളുമായി അവിടെ നിന്നു. രവിശങ്കർ രേവതിയോട് ചോദിച്ചു, നീ എങ്ങനെ എൻ്റെ മകളെ ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു? അവളുടെ ടീച്ചർമാരെല്ലാം പറഞ്ഞു ഇപ്പോൾ അവൾ ക്ലാസ്സിൽ മുൻപന്തിയിലാണെന്ന്. നീയാണ് അതിന് കാരണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. എങ്ങനെയാണ് ഇത് നടക്കുന്നത്?
രവിശങ്കറിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തലകുനിച്ചുകൊണ്ട് തന്നെ അവൾ എല്ലാ സത്യങ്ങളും രവിശങ്കറിനോട് പറഞ്ഞു. MBA ഫസ്റ്റ് റാങ്ക്, അമ്മയുടെ രോഗം, അനിയൻ്റെ ഓപ്പറേഷൻ, ജോലിക്കായി പറഞ്ഞ പൊള്ളയായ 10ാം ക്ലാസ് സത്യം എല്ലാം കേട്ടപ്പോൾ രവിശങ്കർ ഒന്ന് ഞെട്ടി. പിന്നീട് ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം തന്നെ രവിശങ്കർ നേരെ രേവതിയുടെ ചെറിയ കുടിലിലേക്ക് പോയി. കിടക്കയിൽ കിടക്കുന്ന അമ്മ, കാഴ്ചശക്തി തിരിച്ചു കിട്ടിയ അനിയൻ, അവരുടെ കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുനീരും നന്ദിയും ഉണ്ടായിരുന്നു. പിന്നീട് രേവതിയുടെ കണ്ണിലെ ആ പഴയ സ്വപ്നം രവിശങ്കർക്ക് മനസ്സിലായി. ഒരു കളക്ടറാകുക എന്നതാണ് നിന്റെ ആഗ്രഹം അല്ലേ എന്ന് രവിശങ്കർ ചിരിച്ചുകൊണ്ട് തന്നെ രേവതിയോട് ചോദിച്ചു. രേവതി ഒന്നും പറയാതെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അടുത്ത നിമിഷം തന്നെ രവിശങ്കർ രേവതിയെ IAS കോച്ചിങ്ങിന് വേണ്ടി ചേർത്തു. ആ വാർത്ത കേട്ടപ്പോൾ രേവതിക്ക് വിശ്വസിക്കാനാവാതെ നിന്നു. കണ്ണീരും ചിരിയും ഒന്നിച്ചൊഴുകി. എനിക്ക് വീണ്ടും സ്വപ്നം കാണാമോ എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ രവിശങ്കറിനോട് ചോദിച്ചു. രവിശങ്കർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, നിനക്കിനി IAS കോച്ചിങ്ങിന് വേണ്ടി പഠിക്കാം. അങ്ങനെ ആ വലിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് പകൽ IAS കോച്ചിങ് ക്ലാസ്സുകൾ, രാത്രി 12 വയസ്സുകാരുടെ പുസ്തകങ്ങൾ, അവൾക്കുള്ള ട്യൂഷനുകൾ. ഒരേ സമയം ആ പെൺകുട്ടി സ്വന്തം ഭാവി ഉയർത്തിപ്പിടിച്ചും മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം ഉയർത്തുന്നു. രേവതി ഇപ്പോൾ അവിടുത്തെ ജോലിക്കാരിയല്ല, മറിച്ച് നീലിമയുടെ ഒരു ചേച്ചിയെ പോലെ തന്നെയാണ്. അങ്ങനെ ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. രാവിലെയും രാത്രിയും രേവതിയുടെ കഷ്ടപ്പെട്ടുള്ള IAS കോച്ചിങ്ങിൻ്റെ പഠനവും. നീണ്ട പഠനങ്ങൾക്ക് ശേഷം അവൾ അവളുടെ ഇഷ്ടസ്വപ്നമായ, അച്ഛൻ്റെ ആഗ്രഹമായ IASൻ്റെ എക്സാം എഴുതി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു വലിയ വേദിയുടെ മുൻപിൽ തന്നെ ഡിസ്ട്രിക്ട് കളക്ടർ രേവതി IAS എന്ന ബോർഡ്. കരഘോഷം ഹാൾ മുഴുവൻ നിറഞ്ഞു. മൈക്ക് കയ്യിലെടുത്ത് രേവതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ ജീവിതം ഇരുട്ടിലായിരുന്ന സമയം ഒരാൾ എൻ്റെ കൈ പിടിച്ചു, എന്നെ വിജയത്തിലേക്ക് കൊണ്ടുവന്നു. ആ ആൾ വേറെ ആരുമല്ല, എൻ്റെ ദൈവത്തിന് തുല്യമായ രവിശങ്കർ സാർ. എന്നെ സ്വപ്നങ്ങൾ വീണ്ടും കാണിക്കുവാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ രവിശങ്കർ സാർ. അവളുടെ വാക്കുകൾ തീരുന്നതിന് മുമ്പ് വേദി മുഴുവൻ കയ്യടി. ആ കയ്യടിക്കുള്ളിൽ ആ കാഴ്ച, ആൾക്കൂട്ടത്തിനിടയിൽ കണ്ണുനീരോടെ നിൽക്കുന്ന രവിശങ്കറെ ചേർത്ത് പിടിച്ച് ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന മകൾ നീലിമ. അടുത്തു തന്നെ കണ്ണുനീരോടെ അഭിമാനവും ചേർന്ന് നിൽക്കുന്ന രേവതിയുടെ അമ്മയും, അമ്മയുടെ അടുത്ത് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയ അനിയനും. അവളെ നോക്കി അഭിമാനത്തോടു കൂടി അവരെല്ലാവരും ചിരിക്കുകയാണ്. രേവതി വേദിയിൽ നിന്ന് അവരെയെല്ലാം നോക്കി കണ്ണുനീർ തുടച്ച് മനസ്സിൽ അവൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നടന്നു. ഒരു പെൺകുട്ടിയുടെ വിജയം അവളുടെ മാത്രം വിജയമല്ല, അത് അവളെ വിശ്വസിച്ച എല്ലാവരുടെയും വിജയവുമാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ.